ഇനി അടുത്തത് പോകുന്നത് എൻ്റെ അളിയൻ്റെ വീട്ടിൽ, എൻ്റെ അളിയൻ പപ്പുവിൻ്റെ വീട്ടിലാണ് അടുത്ത പോകുന്നത്. അവൻ എന്നെ കോള് വിളിച്ചു. അപ്പൊ ഇതേപോലെ അതാ ധൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹാപ്പി ഓണം. സോ തന്നെ ഓ ഇത് ആരച്ചായനാ? ഓ മോനെ മോനെ എന്റെ അളിയൻ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഗൈസ് അളിയന്റെ വീട്ടിൽ നമ്മൾ സദ്യ. അളിയന്റെ വീട്ടിലാണ് ഫുൾ ഓണം കളറാക്കാൻ അളിയൻ. കളറായിട്ടുണ്ട്, സദ്യ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് അളിയാ പപ്പുവിന്റെ വീട്ടിലെ ഓണം മാമാ തുടങ്ങിയപ്പോ. ഓക്കെ അപ്പൊ ഹാപ്പി ഓണം പറയട്ടെ. അളിയ ഇല മുറിക്കുന്ന പാടാണ്, ഫുൾ നീര്. അളിയ വല്ല നടക്കൂ? നടക്കില്ലല്ലേ? എന്റെ അകത്ത് പോയ ഫുൾ നീര്. അളിയനെ കാടിച്ചതോ സീന നിൽക്കുക അളിയെ. അളിയന്റെ ഓണം നീര് കൊണ്ടുപോയി ഗൈസ്. ഒന്നാമത് പാൻ്റ് അല്ല ഗൈസ്. ഗൈസ് എന്നെ കടിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പൊ 2 ഇല ആയോളൂ. മൊത്തം 10 പേരുണ്ട് നമ്മളെ വീട്ടിൽ. മിനിമം ഒരു 10 ഇല വേണം. അളിയിലോ താണ്ട വാഴ നീറാണ് ഗൈസ്. തുടരും സിനിമ മോഹൻലാലിനെ പോലെ ഇരിക്കുന്നത്. ഒരു കുറിയും കൂടെ അടിച്ചാ ഇപ്പൊ വേട്ടയ്ക്കാ പോണം. നീ ഒരു 2 വാഴയിലും കൂടെ വെട്ട്. കണ്ട ഗൈസ്, ഇലകളാണ് ഗൈസ്. നീറുറുമ്പ് ഒരു റിയാക്ഷൻ. ഹലോ ഗായ്സ്, അളിയൻ്റെ വീട്ടിലെ സദ്യ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതോ ഈ കാണാനാണ് എൻ്റെ വീട്. ഞാൻ ബാക്കി വിളമ്പലും പരിപാടിയായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ബ്രോ അർജന്റാണ് ഗൈസ്. ഓണത്താത്ത, ഓണപ്പയ്യൻ, കുഞ്ഞിപ്പയ്യൻ ഇതോ സ്റ്റാർട്ടായി. അതിന് നേതൃത്വം വയ്ക്കുന്ന അണ്ണനും ചുക്കാൻ പിടിക്കുന്ന സൂര്യയും. ഓ ഹാപ്പി ഓണം പറ. ഓണം പറ. ഓണം സദ്യ പപ്പടം തിന്നു മക്കളെ, തിന്ന് തിന്ന്. നമ്മളെ ഓണസദ്യ റെഡിയായി ഗൈസ്. ഹാപ്പി ഓണം. ഓക്കെ ഗൈസ്, ഇനി അടുത്ത പരിപാടിയിൽ വീണ്ടും കാണാം.